എത്ര നാളു കാത്തിരുന്നു ഒന്ന് ഞാനിങ്ങനെ പാട്ട് പാടിട്ടോ. ഞാൻ വെറുതെ പാട്ട് പാടിയിട്ട് ഇങ്ങനെ കൊട്ടിട്ടാ. അപ്പം അവല്ലേ ഞാൻ വെറുതെ പാട്ട് പാടുമ്പോൾ കൊട്ട് പറയണേ. കൊട്ടണോ? ഒരു കൊട്ടുകാരനെ വിളിച്ചാലോ? അപ്പം എല്ലാവരും ഇലക്ഷൻ്റെ ചൂടിലിരിക്കുകയായിരിക്കും അല്ലേ. നമ്മൾ രാവിലെ തുടങ്ങി ന്യൂസ് വെക്കൽ തന്നെയാണ് കേട്ടോ. ആര് ജയിച്ചു എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇത്. അപ്പോൾ ആര് ജയിച്ചാലും നല്ല എല്ലാവർക്കും നമുക്കെല്ലാവർക്കും ഗുണമുള്ള ആൾക്കാരാവട്ടെ ചേട്ടാ. നമ്മൾ അത്രേ പറയുന്നുള്ളൂ. എല്ലാവർക്കും ഗുണമുള്ളതാവട്ടെ, ഇനിയും വികസനങ്ങൾ വരട്ടെ. അപ്പോൾ എന്താ അതിലൊക്കെ ഇങ്ങനെ ആകെ ഇങ്ങനെ ഓരോരുത്തർ ടി വിയുടെ മുമ്പിലേന്ന് മാറാണ്ടിരിക്കുന്നുണ്ടാവില്ലേ. അനിയേട്ടനും കുറേ നേരം ടി വിയുടെ മുമ്പിൽ തന്നെയായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു നമ്മൾ ടെൻഷൻ അടിച്ചിട്ട് എന്താണ് ഏട്ടാ കാര്യം. ഞാൻ വിജയിന്റെ നോക്കിയതാ. വിജയ് വിജയുടെ കാരണം വിജയ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നടനാണ് കേട്ടോ വിജയ്. പാർട്ടി വെച്ചാൽ അടുത്ത പാർട്ടി ഭരണത്തിൽ കയറും. അത് അഞ്ചെല്ലാം കൂടി മംഗളൂരിൽ മാറി വരുന്നതല്ലേ. അത് പിന്നെ പുതുമയില്ലല്ലോ. നമുക്ക് പൊതുവെ ആരായാലും നന്നായിട്ട് ഭരിക്കാൻ പറ്റട്ടെ, നന്നായിട്ട് പറ്റട്ടെ. സാധാരണക്കാർക്കും കൂടി അനുകൂലമുള്ളൊരു ആള് വരട്ടെ അല്ലേ. കാരണം അങ്ങനെയാണ് ഇന്നത്തെ കാലത്ത് എല്ലാ സാധനങ്ങളുടെ വിലയും കാര്യങ്ങളൊക്കെ അറിയാലോ. അപ്പോൾ എല്ലാവർക്കും പറ്റണൊരു ആളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭരണം മാറിയ രക്ഷപ്പെട്ടു അല്ലേ. ഭരണം മാറിയെന്നല്ല പറയുന്നത് കേട്ടോ. ആൾക്കാരുടെ ഓരോ ഭരിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഭരണം മാറിയിട്ടൊന്നും കാര്യമില്ല. നമ്മൾ ഏതും ഓരോ പാർട്ടിയുടെ ആളൊന്നല്ല, നമുക്കെല്ലാം പൊതുവെ. കാരണം നമ്മൾ പാർട്ടി നോക്കിയിട്ടോ മതം നോക്കിയിട്ടോ ഒന്നും അല്ല നമ്മൾ. അപ്പോൾ ഇന്നെന്തായാലും ഇല്ലേ വെള്ളപ്പയർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ചോറായി, വെള്ളപ്പയർ ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് മോരുക്കൂട്ട ഇന്നലെ വെച്ചത് ഉണ്ട് കേട്ടോ ഇരിക്കണം. അപ്പോൾ ഇനി ചാറ് കറിയായിട്ട് വെക്കണ്ട. അപ്പോൾ നമ്മൾ വെള്ളപ്പയർ മോരുക്കൂട്ട ഉണ്ട് കേട്ടോ ഇരിക്കണോ. അപ്പോൾ ഒന്ന് കൂട്ടാനൊന്നും വെക്കില്ല. വെള്ളപ്പയറും ഉപ്പേരി ഉണ്ടാക്കാൻ നമുക്ക് അച്ചാറും ഉണ്ട്. പപ്പടവും കാച്ചിയാൽ മതി അല്ലേ. മുളക് വറുത്ത പുളി ഇപ്പോൾ വെക്കണ്ട. എന്താണെന്നറിയോ, വെച്ച് കഴിഞ്ഞാൽ മോരുക്കൂട്ടാൻ അങ്ങനെ മുളക് വറുത്ത പുളി ഒറ്റപ്പറ ചായ കുടിക്കുന്നത്. ഒറ്റപ്പറ ചായ 2-3 റസ്കും കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഈ കൊത്തമരയ്ക്ക് എത്രയുള്ളൂ കേട്ടോ. ഇത് നമുക്ക് ഉപ്പേരി വെച്ചാൽ തികയില്ല. അപ്പം ഞാനിത് എന്ത് കേട്ടെന്നറിയോ, കുറച്ച് വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ട് നമ്മൾ ഉണക്കൂട്ടോ. അപ്പോൾ ഒന്നുമില്ലാത്ത സമയത്തില്ലേ നമുക്ക് ചോറിന് കൊണ്ടാട്ടം. ഇത് ഉണക്കുന്ന സമയത്ത് കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കഴിഞ്ഞ് വെച്ചാൽ നല്ല എരിവുണ്ടാവും. അറിയില്ല പാവം. ആ 5 മടി അതൊന്നും നിർത്തടി ഇപ്പോഴേ. എന്താ കാരണം ഇന്നെല്ലാവരും വീട്ടിലിരിക്കുന്ന സമയം. ഞങ്ങളിന്ന് പാലക്കാട് പോകണം വന്നതാണ് കേട്ടോ. അനിയനൊക്കെ ലീവാണ്. അപ്പോൾ ഒന്ന് പാലക്കാട് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്ന് പരിപാടികളൊക്കെ ഉണ്ടാവില്ലേ. ചിലപ്പോൾ നമ്മൾ ബ്ലോക്കിലും പെട്ട് കഴിഞ്ഞു വെച്ചാൽ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചു ചേട്ടാ. ഇന്നിപ്പോൾ ചിലപ്പോൾ ജാഥയും ഒക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പം പിന്നെ നമ്മൾ ശരിയില്ല, ഇന്ന് പോണത് അത്ര സേഫ് അല്ല അറിയാം. അപ്പോൾ ഇന്ന് നമ്മൾ പോണില്ല എന്ന് വിചാരിച്ചു കേട്ടോ. എന്താ സോന്യ എന്തിനാ എൻ്റെ കുട്ടീനെ ചീത്ത വയ്യന്. എന്താ ബാ പാട്ട് പാടിത്തരാം മൊന്ന കൊട്ടിത്തരാ. ബായ പാട്ട് പാടിത്തരാ. അവൻ പോയി. ഇനി പാട്ട് പോത്തൊക്കെ ഉച്ചാകുമ്പോൾ വയറ് നിറഞ്ഞ പാട്ട് മതി. ഏട്ടനെ വീഡിയോ എടുത്തു കഴിഞ്ഞിട്ടേ എന്താ എൻ്റെ സൗണ്ട് കൂട്ടി വെക്കരുത് കേട്ടോ. കാരണം എന്താണെന്ന് പറയുക, ആൾക്കാർ ഈ ടി വിയിലും ഫോണിലൊക്കെ ഇങ്ങനെ സൗണ്ട് കൂട്ടി വെച്ചിട്ട് വീഡിയോ കാണുമ്പോഴേ എൻ്റെ സൗണ്ട് അവർക്ക് അലയ്ക്കണ പോലെ തോന്നുന്നുണ്ടാവും. കാരണം ഞാൻ ഈ സംഭവം ഉള്ളത് കൊണ്ട് ഞാൻ അധികം പതിഞ്ഞ് സംസാരിച്ചാലല്ലേ ഇതിലൊരു സൗണ്ട് കൂട്ടുന്ന സംഭവം ഉണ്ടല്ലോ. അതിലെൻ്റെ കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എങ്ങനെ സൗണ്ടാണെന്നറിയോ. എൻ്റെ വീഡിയോ കാണുമ്പോൾ ഇമ്മാതിരി സൗണ്ടാണ് തോന്നുന്നതെന്നറിയോ. അത് ചിലവർ പറയും സൗണ്ട് കുറച്ച് കഴിഞ്ഞാൽ പറയും തീരെ സൗണ്ടില്ല. പ്രസി എന്താണ് സൗണ്ട്? പുതിയ ഫോണിൽ കൂടെ ഒക്കെ സൗണ്ട് ഉണ്ട്. പൊടി ഉണ്ടാവും. ആ പൊടി ആരൊക്കെ ഫോണിലുള്ള പറഞ്ഞാൽ അതിൽ പൊടി ഉണ്ടാവും. അപ്പൊ ആദ്യം പൊടി കളയുന്ന എങ്ങനെയാന്നുള്ളൊരു വീഡിയോ ആദ്യം ചെയ്യാം. അല്ലാണ്ടപ്പോ ഈ പൊടിയൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുക. ആപ്പുണ്ടോ? ആപ്പ് വെച്ച് കൊട്ടിയാൽ മതിയില്ലേ.
നമ്മളെ വെറുതെ കളിയാക്കല്ലേ. ഉണ്ടല്ലോ ആപ്പ് വെച്ചിട്ടല്ലേ പൊടികളയും. ഇതിന് ഉള്ളിത്തോലൊക്കെ നമ്മളില്ലേ നമ്മുടെ മുരിങ്ങയ്ക്കും ഒക്കെ കൊണ്ടിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ തന്നെ വെക്കണ്ടേ. കഴുകി വെച്ചതാണ് കേട്ടോ ഉണക്കമുളക്. ഉണക്കമുളകില്ലേ കുറച്ച് പൊടിച്ച് വെക്കട്ടെ. പൊടിച്ചിട്ടല്ല ഒന്ന് ചതച്ച് വെക്കും കേട്ടോ. നമ്മൾ അടിച്ചോരി അപ്പുറത്തുണ്ടാവും. നമ്മൾ എന്തെങ്കിലും ഉപ്പേരിയോ അല്ലെങ്കിൽ മുളക് വറുത്ത പുളിയൊക്കെ ഉണ്ടാക്കുമ്പോൾ മുളക് വറുത്ത പുളിക്ക് ചിലപ്പോൾ ഞാൻ വേഗം എടുക്കും. ഇല്ല പറഞ്ഞു കഴിഞ്ഞാൽ അമ്മിയിൽ കൊണ്ടിട്ടൊന്ന് ചതയ്ക്കും. ഇങ്ങനെ പൊടിച്ചിട്ടൊരു കുപ്പിയിലാക്കി വെച്ചാലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യത്തിന് നല്ലതല്ലേ ഏട്ടാ. അയ്യോ എന്താ ഇല്ലേട്ടാ പറയും. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ശീലായി. പിന്നെ കുറേ കൂട്ടുകാരെ വെച്ചിരുന്നു പ്രസി ഒരു നെറ്റി ഇട്ട് കഴിഞ്ഞാൽ മാറ്റില്ലേ, കുറേ ദിവസം അത് തന്നെയാണോ ഇടുകയെന്ന്. അത് ഒരു ദിവസം എടുത്തതായിരിക്കും ആ വീഡിയോസ് മൊത്തം കേട്ടോ. നമുക്ക് വേറെ എന്തൊക്കെ കാര്യങ്ങളുണ്ട് പറഞ്ഞിട്ട്, നിങ്ങളുടെ പോലെ നമുക്കും കുറേ തിരക്കുകളും കാര്യങ്ങളും ഉണ്ട്. പിന്നെ ചെറിയ കുട്ടികളുള്ള നമ്മുടെ ചെറിയ കുട്ടികൾ പറഞ്ഞാൽ ഇപ്പം അച്ചും ഇവരൊക്കെ നിങ്ങൾ വലുതായി. പക്ഷെ ഓരോ വീഡിയോക്ക് ഓരോ അല്ല ഒരു ദിവസം നമ്മൾ എടുക്കണ വൈകുന്നേരം വരെ എടുക്കുന്ന വീഡിയോ ആണ് നമ്മൾ ഒരു ദിവസം അപ്ലോഡ് ചെയ്യുന്നത്. പിന്നെ അല്ല ചില സമയത്ത് നമ്മൾ വീഡിയോ എടുക്കാറില്ല. അപ്പം ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, ചിലപ്പോൾ നമ്മൾ 3 വീഡിയോ എടുക്കും 4 വീഡിയോ എടുക്കും പറഞ്ഞാൽ ഓരോ ദിവസത്തെ വിശേഷങ്ങളാണ്. ചില ദിവസം നമ്മൾ എടുക്കില്ല, നമുക്കും വെയ്യായ ഉണ്ടാവും, അല്ലെങ്കിൽ എവിടേക്കെങ്കിലും പോകേണ്ട ആവശ്യങ്ങളുണ്ടാവും. അതിൻ്റെ ഇടയിലാണ് ചിലവർ വന്നിട്ട് അനിയേട്ടൻ പണിക്ക് പോകണില്ലേ എന്നൊക്കെ ചോദിക്കുന്നത്. നിങ്ങൾ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർക്കാണെന്ന് പറഞ്ഞു വെച്ചാൽ അറിയാം, അനിയേട്ടൻ ഒരു 4 ദിവസത്തോളം ഇവിടെ ഉണ്ടായിരുന്നില്ല. നമ്മളപ്പോഴും വീഡിയോ ഇട്ടിരുന്നു, ഈ 4 ദിവസം വീഡിയോ ഇടാണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് പോകേണ്ടി വരുമ്പോൾ, അല്ലെങ്കിൽ പോവല്ലേ നമുക്ക് നമ്മുടെ മക്കളെയും കൊണ്ടിപ്പോൾ പുറത്തേക്കൊക്കെ പോകേണ്ടി വരും, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ചെയ്യേണ്ടി വരും, ആശുപത്രി കേസൊക്കെ വരുമ്പോൾ നമ്മൾ ഈ വീഡിയോ എടുത്ത് നിൽക്കില്ലല്ലോ. അപ്പം നമ്മൾ എന്ത് കേട്ടെന്നറിയോ, നേരത്തെ വീഡിയോ എടുക്കും. അപ്പം ഞാൻ ഇങ്ങനെ തന്നെയാണ് കേട്ടോ. നമ്മളല്ലാതെ രാവിലെ കുളിച്ച് കഴിഞ്ഞാൽ വൈകുന്നേരത്ത്, ഇപ്പോൾ രാവിലെ കുളിച്ചതാണ്, പക്ഷേ നമ്മൾ കുളിച്ചു എന്നുള്ളത് തോന്നില്ലല്ലോ. ഞാൻ ഒരു മേക്കപ്പും ചെയ്യില്ല. നമ്മൾ സാധാരണയായിട്ട് എങ്ങനെയാണോ നിൽക്കുന്നത് അത് തന്നെയാണ് നിങ്ങളുടെ മുമ്പിൽ വരുന്നത് അല്ലേ. വിറകെടുക്കാൻ പോയതാ. അപ്പോൾ അതാ വെള്ളപ്പയറായില്ലേ. ഇത് ചുക്കുവെള്ളം വെക്കണം പറഞ്ഞിട്ട് വെള്ളപ്പയർ ഇതാക്കണ്ടോ വെന്തു. വെള്ളപ്പയറായില്ലേ. ചുക്കുവെള്ളം വെക്കണം പറഞ്ഞിട്ട് അടുപ്പിൽ തീ നോക്കിയൊക്കെ കെട്ടു. അപ്പോൾ അത് വേഗം ഗ്യാസിലുണ്ടാക്കാം. ഗ്യാസിൽ വല്ലാണ്ട് ഉണ്ടാക്കിയാലേ ചിലപ്പോൾ പണി കിട്ടും തോന്നുന്നു. ഗ്യാസ് കഴിയാറാവും വേഗം അല്ലേ. ഞാൻ ഇന്നലെ മയക്കി എൻ്റെ ചട്ടിയിലാണ് ഉണ്ടാക്കിയാലോ അടുപ്പിൽ. പുതിയ ചട്ടി നന്നായിട്ടുണ്ട്. ഇതിൽ അടുപ്പിൽ തന്നെ ഉണ്ടാക്കുക. ഗ്യാസിൽ ചിലപ്പോൾ പണി കിട്ടും വിറകുള്ളപ്പോൾ അല്ലേ. അങ്ങനത്തെ ചട്ടി നമ്മൾ ആദ്യമായിട്ടാണ് വാങ്ങണം. കറുത്ത ചട്ടി. ഇങ്ങനത്തെ മീൻ ചട്ടിയോ ഇറച്ചി ചട്ടി ഉണ്ടാണല്ലോ പണ്ട്. അത് പൊട്ടിയില്ലേ, നല്ല വലുതൊന്നും വാങ്ങിയത്. അത് അവിടെ ഉണ്ട്. പിന്നെ പൊട്ടാൻ എത്ര നേരം വേണം? നിമിഷ നേരം കൊണ്ട് പൊട്ടിക്കഴിയും. ചൂടധികമാകുമ്പോൾ ചൂടധികമാകുമ്പോൾ ഞാൻ പട്ട എടുത്തിട്ട് വരട്ടെ. എന്താ വെച്ചാ എന്താ തലയിലൊരു തുമ്പ്, എന്താ തലയിലൊരു തുമ്പ് നിക്ക് കാണിക്ക്. എവിടേക്ക് നാണം കെട്ട് പോണീ. കൊമ്പ് കാണട്ടെ, പക്ഷെ കൊമ്പ് കാണട്ടടാ. കൊമ്പ് നമ്മൾ എവിടേക്കെങ്കിലും പോകണമെന്ന് വിചാരിക്കുന്ന സമയത്തേ എവിടേക്കും നമുക്ക് പോകാനും പറ്റണില്ല അല്ലേ. എവിടേക്കെങ്കിലും പോകണമെന്ന് വിചാരിക്കുന്ന സമയത്തേ നമുക്ക് എവിടേക്കും പോകാനും. ഇത് ഉദ്ഘാടനമാണ് കേട്ടോ. ഈ ചട്ടി ആദ്യമായിട്ട് നമ്മൾ ഉണ്ടാക്കുകയാണ് ഇതിൽ. അപ്പോൾ മാങ്ങ അച്ചുണ്ടാക്കിയ മാങ്ങല്ലേ ഉപ്പിലിട്ടതായിട്ടോ. അത് ഇന്നലെ മുതൽ ഇതതിന് അധികം പുളിപ്പില്ലാത്ത മാങ്ങ. ഇതൊന്ന് നല്ല വെളിച്ചെണ്ണയാണേ. നന്നായിട്ടുണ്ടോ? ചോറിന നല്ലതാ. കടുക് ഇട്ട് കൊടുക്കണം. അവൻ എന്ത് സാധനം കൊടുക്കുക വെച്ചാലല്ലേ 2 എണ്ണം വേണം. 2 എണ്ണം ഇല്ലാതെ അവിടെ ഒരു പരിപാടി നടക്കില്ല കേട്ടോ. ഇത് നമ്മള് കടയിൽ റോഡ് സൈഡിൽ കൂടെ എരിവുണ്ട്.
ഇന്നലെ പക്ഷെ ഭയങ്കര ഉപ്പ് കൂടി. അതവിടെ ഒരു മാങ്ങ ഉണ്ട്, അത് അടിച്ചിട്ടോ. സാരമില്ല. ശരിക്കും നമ്മൾ ഇവിടെ നിന്ന് വാങ്ങില്ലേ, റോഡ് സൈഡിൽ നിന്ന് വാങ്ങണ മാങ്ങല്ലേ, അതിൻ്റെ ഒരു ടേസ്റ്റാ മാങ്ങ അല്ലേ. സുർക്ക കുറച്ച് ഒഴിച്ചേക്കണം അച്ചു. അച്ചു ആ ഒരു മാങ്ങ കേട്ടോ, തുള്ളി ഉപ്പ് കൂടി, ഉപ്പ് എത്ര വേണ്ട. കുഴൽക്കിണർ ഉപയോഗിക്കുന്ന, കുഴൽക്കിണറത്തെ വെള്ളം ഉപയോഗിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് പറയണേ, നിങ്ങളുടെ വെള്ളത്തിന് സ്മെല്ലുണ്ടോ? നമ്മുടെ വെള്ളത്തിന് ചെറുതായിട്ട് സ്മെല്ലുണ്ട് കേട്ടോ. ഫുള്ളടിച്ച് കളയണ്ടേ, അതെന്താന്ന് എനിക്കറിയില്ല. ഫുള്ളടിച്ച് കളയുന്നത് 10-20 മിനിറ്റ് വെള്ളടിച്ചാൽ പറ്റില്ല, സ്മെല്ലുണ്ട്. എനിക്ക് ഫുള്ളടിച്ചാൽ ശരിയായില്ലേ? ഇപ്പോഴും ചെറുതായിട്ടുണ്ട്. അപ്പം അതേപോലെ തന്നെ സ്മെല്ലിൻ്റെ ഉള്ളിയും വെളുത്തുള്ളി കേട്ടോ. എന്താ അതേപോലെ ഇവിടെ വാഷ് ബേസില്ലേ, വാഷ് ബേസിൽ ഈ വെള്ളം വല്ലാണ്ട് ഉപയോഗിക്കുമ്പോൾ അത് കറുപ്പ് കളറല്ലേ വാഷ് ബേസിന്, അതൊരു വെള്ള കളറായിട്ട് മാറും കേട്ടോ. അപ്പോൾ ഇതിനെന്തെങ്കിലും പ്രതിവിധി അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരുമുണ്ടോ? മോരിൻ്റെ കഷ്ണം, മോരുക്കൂട്ടൻ്റെ കഷ്ണം. എരിവേ ഉണ്ടായിരുന്നില്ല മോരുക്കൂട്ടൻ. ഇന്നലത്തെ മോരുക്കൂട്ടയ്ക്ക് നല്ല ഇഷ്ടമായി, കട്ട പോലെ എന്നാ വെള്ളപ്പയർ. കുട്ടികൾക്ക് ഇതൊക്കെ കൊടുക്കേണ്ടതേ. വറുത്തിട്ടില്ലേ? വറുത്തിടണം, അവന് ഉപ്പിട്ടിട്ട് മതിയല്ലോ. വറുത്തിടുന്നതിന് അവന് എന്താ നമ്മുടെ കുഞ്ഞുണ്ണിക്കൊക്കെ അല്ലേ ഉപ്പിട്ടിട്ട് കുറച്ചെടുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ വെറുതെ ചോറിൻ്റെ കൂടെ കഴിക്കും. ഇല്ല പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എരിവാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് പറയും കേട്ടോ, കഴിക്കില്ല. ഈ വെള്ളപ്പയർ വെറുതെ നമ്മൾ ഉണക്കമുളകും ചെറിയുള്ളി ഇട്ടിട്ട് കുത്തിക്കാച്ചില്ലേ, അങ്ങനെ വെച്ചാലും നല്ല രസമാണ്. ഇത് ഞാൻ വേറൊരു രീതിയിൽ വെച്ച് തരാം കേട്ടോ. അതെനിക്ക് ഒരു ചേച്ചി പറഞ്ഞതെന്നാണ്, ഇപ്പോഴും നല്ല കുറേ വർഷം മുമ്പേ ഒരു ലാപ്പറ്റയിലുള്ളൊരു ചേച്ചിയില്ലേ, അവർ പറഞ്ഞു തന്നതാണ് കേട്ടോ. അവർക്കൊക്കെ പിന്നെ ഓർമ്മ ഉണ്ടാവുമെന്നറിയില്ല, കുറേ വർഷങ്ങളായില്ലേ. ഇറച്ചിയുടെയൊക്കെ ഒരു ടേസ്റ്റായിട്ട് നന്നായിട്ടുണ്ടായിരിക്കും. അവർ വെക്കുമ്പോൾ ഒരു ദിവസം വെച്ച് തന്നതാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് എനിക്കറിയാം. എന്താ ഇവിടെ എപ്പോഴും ഉണ്ടാക്കാറുണ്ട്. ഇവിടെ നമ്മൾ ഉണ്ടാക്കാറുണ്ട്. ഇതിൻ്റെ കൂടെ മുളക് വറുത്ത പുളിയൊക്കെ ഇട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മളിവിടെ ചെറുപയറാണ് പറഞ്ഞു വെച്ചാൽ കഞ്ഞി വെക്കാറാണ് കേട്ടോ പതിവ്. കഞ്ഞി കുട്ടികൾക്ക് ഇഷ്ടം. ഈ പുതിയ ചട്ടി ആയതും കൊണ്ടില്ലേ ഒന്ന് എണ്ണ പിടിച്ചൊന്ന് ലെവലാവാനൊരു കുറച്ച് സമയം വേണം. കുട്ടികളില്ലേ കടക്കാനും പോവില്ല, കഴിക്കാനും പോവില്ല, ഒന്നിനും പോവില്ല. ചോറ് അവിടെ വെക്കുക, നമ്മൾ കറിയൊക്കെ ഇവിടെ വെക്കും കേട്ടോ. അപ്പോൾ പക്ഷേ എന്താ കഴിക്കാനും വിളിച്ചു കഴിഞ്ഞ് വെച്ചാൽ കഴിക്കാനും മക്കൾ പണിയാൻ വരിക. അവിടെ ആരും ഇല്ല. ഇപ്പോൾ തറവാടില്ല, ഇനി അങ്ങോട്ട് തറവാട്ടിൽ തന്നെ ഭക്ഷണം ഉണ്ടാക്കാൻ തുടങ്ങണം. ഈ വെയിൽ എല്ലാവരും ഫുൾ ടൈം ഇവിടെ തന്നെയാണ്. ഒന്നാമത് എവിടെ ഉണ്ടാക്കാൻ തുടങ്ങണം പറഞ്ഞാൽ എന്താണെന്നറിയോ, ഇപ്പോൾ ചെയ്യാത്തത് നമ്മുടെ അവിടെ ഗ്യാസും ഒന്നാമതില്ല, പിന്നെ പുറത്താണ് വെച്ചാൽ അവിടുത്തെ ഷീറ്റും ഇറക്കിയില്ലേ, അപ്പോൾ അവിടെ ചുട്ടിട്ട് നിൽക്കാൻ പറ്റണില്ല. ഓ ചാത്തപ്പൻ. കുറച്ച് മഞ്ഞൾപ്പൊടി കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി. കൊമ്പോടെ പോയി പൊന്നുണ്ട്, കൊമ്പോടെ പോയി. മുളക് പൊടി. എന്തിനാ സോനിയാൻ്റെ കൊമ്പ് മുറിച്ച്? ഇനി നമ്മളില്ലേ വെള്ളപ്പയർ ഇട്ട് കൊടുക്കണ്ടേ. എന്ത് കൊമ്പോ? കറിവേപ്പിൻ്റെ ഇലയുടെ വാടിയതൊക്കെ കളഞ്ഞില്ലേ അച്ചു? ഇനി ഇതിക്കില്ലേ തേങ്ങ ഇട്ട് കൊടുക്കണ്ട കേട്ടോ. ഇന്ന് അവിടെ പ്രിയ പണിയെടുക്കുന്നുണ്ട്. പ്രിയയുടെ അടുത്ത് പോയിട്ടേ ഇതാട്ടോ മീറ്റ് മസാലയാണേ, മീറ്റ് മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അയ്യോ സമയം 11 മണിയായി. സോനി എന്താ 1 മണിക്കൂർ കഴിഞ്ഞ് 12 മണിയാവല്ലോ.
1 മണിക്കൂർ കഴിഞ്ഞ് 12 മണിയാവുമല്ലോ അറിയാം. റിസൾട്ട് നോക്കിയോ? റിസൾട്ട് എങ്ങനെ നോക്കണേ ഞാൻ? അറിയ സുകന്യ ഇപ്പോഴുള്ള റിസൾട്ട് ഇപ്പം അറിയില്ലേ? അങ്ങോട്ട് വെക്കാൻ മുട്ടി ആ കഴുകാനുള്ള ഒടിക്ക് വെക്കി. നിങ്ങളുടെ എന്ത് റിസൾട്ടാണ് ഇനി അറിയാണ്ട്? അമ്മൂൻ്റെ റിസൾട്ട് ജൂൺ 10. ഇനി ഇത് വെറുതെ എടുത്ത് വെച്ചിട്ട് കാര്യം. ഇന്ന് വൈകുന്നേരം എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കണം. എന്താ ഉണ്ടാക്കുക? പച്ചരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ അമ്മ പച്ചരിയും കൊണ്ട് ഒരു ചട്ടിയപ്പം ഉണ്ടാക്കും. പച്ചരി വറുത്തായിരുന്നു. അരി വറക്കില്ലേ? പച്ചരി കൊണ്ട് വറുത്തായിരുന്നു. സുനി ഇത് എങ്ങനെയുണ്ട് നോക്കണി? ഇത് കയ്യില് ചൂടല്ലേ? എന്തോ അടി എങ്ങനെയുണ്ട് പറ. പറ്റിയില്ല സുനി. തലയാട്ടണ മാത്രം. പിന്നെ എന്തിനു തലയാട്ടണ്? ശരിയായിന്നാ പറഞ്ഞ ശരിയായില്ല എന്നാ പറഞ്ഞ ശരിയായി. ഇതാട്ടോ നമ്മള് മുളക് പൊടി കുറച്ച് ഇട്ടിട്ട് മീറ്റ് മസാല കുറച്ച് കൂടുതൽ ഇട്ടാൽ മതി. രസമുണ്ടോ? ഇഷ്ടായോ? റെയിൻബോ അപ്പൊ ഇല്ലേ റെയിൻബോ കളറിലെ ഇതില് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞു കേട്ടോ. നിങ്ങളിങ്ങനെ ഉണ്ടാക്കാറുണ്ടോ? എന്താ നമ്മുടെ ചൂടുള്ള കഞ്ഞിക്കും ചോറിനും മോരുകറിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ. ഒരു എന്താ മീറ്റ് മസാലയുടെ ഒരു രുചിയില്ലേ, അത് നല്ലതല്ലേ? എന്തിനാടാ അങ്ങനെ പേടിച്ചു ഓടുന്നത്? ചോറിനല്ലേ വിളിക്കുന്നത് നിന്നെ? പിന്നെ ഇതാട്ടോ നമ്മുടെ ഉപ്പേരി ഉണ്ടോ? ഇതിന് കറിയൊന്നും വേണ്ട കേട്ടോ. കറിയില്ലെങ്കിലും ഇത് മാത്രം കൂട്ടിയിട്ട് നമുക്ക് ചോറിനാൻ പറ്റും ഏട്ടാ. ഞാൻ പോയിട്ടേ കുറച്ച് ചുക്കുവെള്ളത്തിന് വെള്ളം കൊണ്ടിട്ടെ ഫ്രിഡ്ജിൽ നിന്നിട്ടാ. ആരാണ് വെള്ളം എടുക്കാൻ പോണത്? എവിടെ? ഇവിടെ ഞാൻ തുടച്ചോളാം. ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ രാവിലെ ഒന്ന് തുടച്ചതാ ഇവിടെ. അല്ലെങ്കിൽ പിന്നെ ഏത് വെള്ളം? ആ വെള്ളം അവിടെ വെച്ചോളാം. ഇപ്പം ചെയ്യേ ചോറ് കിച്ചു അച്ചാർ എടുത്താക്കണം നോക്കിയിട്ട്. പൊന്നൂസ് എവിടെ സൂനിയെ? ഞാൻ നീ എവിടെ വെച്ചത്? നീ എവിടെ വെച്ചത്? അതിന്റെ സീറ്റാട്ടോ. ഫോൺ കണ്ടിട്ടിരിക്കുക. അതിന്റെ സീറ്റാണ് കേട്ടോ. സൈഡ് സീറ്റ് ഇന്ത്യയാണ് കേട്ടോ. ഈ സെൻട്രല് കയറുന്ന കേട്ടോ. എന്താ വാവണി നീ ഇങ്ങനെ? നിനക്ക് സൈഡ് സീറ്റാന്ന് അറിയില്ലേ? വെള്ളപ്പയറുപ്പേരി ചോറ് എടുത്തിട്ട് കേട്ടാ. ഇച്ചിന് വെള്ളപ്പയറുപ്പേരി വേണ്ടേ? പിന്നെന്താ അതെടുക്കാത്ത? വാവണ്ണിക്ക് ചെറുക്കാണ്. വാവണ്ണിക്കത് ഇഷ്ടല്ല. അവനൊന്ന് ചോറ് തിന്നില്ല, എരിവില്ല, ഉപ്പേരി കഴിക്കില്ല. ഇന്ന് എവിടേക്കാ പോയിരുന്നല്ലേ? കളിക്കാൻ പോയിട്ട് വന്നിരിക്കാണ്. വത്സലമായിട്ടോടെ കളിക്കാൻ പോയിക്കായിരുന്നു. കുട്ടിക്ക് ചോറ് കൊടുക്കടാ. ആദ്യം വീട്ടിക്ക് ഉച്ചയ്ക്ക് ശേഷം പോണ്. അച്ചാറ് വേണ്ടേ പണക്ക്? അമ്മ ചോറിനല്ലേ? പിന്നെന്താ എന്ത് കൂട്ടി നീ കഴിക്കുന്നത്? ഇപ്പതാ ചോറ്. മതി 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 മതി. പേര് ചിക്കൻ കറി പോലെ ഉണ്ട്. എങ്ങനെയുണ്ട്? കുമ്പളങ്ങ കഷ്ണമാണോ? കൂട്ടാൻ കഷ്ണത്തെ? പിന്നെ അപ്പോഴേ കൈ കഴുകിയോ? ഞങ്ങളേ എന്താ ഇന്നേക്ക് മോര് കൂട്ടാൻ നല്ല രസം ഉണ്ടാവേ. അച്ചാർ വേണ്ട ഏട്ടന്? സുകന്യേ കഴിക്കണില്ലേ?
കുറച്ച് കേട്ടേന്ന്. മോരുകൂട്ടാനില്ലേ, ഇന്നലെ വെച്ച മോരുകൂട്ടാൻ എനിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞങ്ങൾ കഴിക്കട്ടെ. നമ്മുടെ വിശേഷം നിർത്തുകയാണ് കേട്ടോ. നമ്മളില്ലേ കുറച്ച് കഴിഞ്ഞിട്ട് വിറകുണ്ടാക്കാൻ പോകണം പറഞ്ഞിട്ടാണ്. അപ്പോൾ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് അതൊക്കെയാണ് ഇതേപോലെ ഉപ്പേരി ഉണ്ടാക്കി നോക്കൂ കേട്ടോ.